ആ താലി കെട്ടിയത് ആരാണെന്ന് അവൾക്ക് പോലും അറിയില്ല അത്ര. എന്ത് പരീക്ഷണ പോലെ ഇത്. ആ താലിയുടെ ചെറിയൊരു ഇളക്കം പോലും എന്റെ മോള് ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. മോനൊരു സഹായം ചെയ്യണം. വന്ദനയുടെ കഴുത്തിൽ ആ താലി ചാർത്തിയത് ആരാണെന്ന് കണ്ടെത്തി തരണം. അത് മോനെ, എതിർപ്പ് പറയരുത് മോനെ. എന്റെ വയറ്റിൽ പിറന്ന ആൺമക്കളോട് പറയാൻ പറ്റില്ല. അവര് കുറ്റപ്പെടുത്തി എന്റെ മോളെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കും. മധുരഞ്ഞ തകർന്നു പോവും. ഇപ്പൊ ഇത് എനിക്കും വന്ദനയ്ക്കും മോനും മാത്രമേ അറിയൂ. വേറെ ആർക്കും അറിയില്ല. ആര് കള്ളം പറഞ്ഞാലും എന്റെ വന്ദന മോള് കള്ളം പറയില്ല. എനിക്കറിയാത്. ഞാനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള സത്യം ചന്ദ്രികാമ്മയോട് ഇപ്പോ ഇവിടെ വെച്ച് തുറന്നു പറഞ്ഞാലോ? അതിനുള്ള ധൈര്യം കിട്ടുന്നില്ലല്ലോ ദേവി. മോനെന്താ ആലോചിക്കുന്നത്? അല്ല അല്ല, മോന് ബുദ്ധിമുട്ടാണെങ്കിൽ മറന്നേ കേട്ടോ. മോനിത് ആരോടും പറയരുത്. എന്റെ വന്ദനമോളുടെ ജീവിതം. ഇല്ലമ്മേ, വന്ദന അറിയാതെ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അമ്മയെ അറിയിച്ചിരിക്കും. ഇത് അമ്മയ്ക്ക് ജഗൻ തരുന്ന വാക്കാ. മതി മോനെ. അമ്മയ്ക്ക് ആ ഒരു സഹായം കൂടി മോൻ ചെയ്തു തന്നാ മതി. അമ്മേ, അച്ഛൻ ഇത് എന്തു ഭാവിച്ച? വയസ്സാം കാലത്ത് ഞങ്ങളുടെ മക്കളെയൊക്കെ നാണം കെടുത്താനാണോ അച്ഛന്റെ ഭാവം? അച്ഛനാണെന്ന് കരുതി എന്തൊക്കെ കാണിക്കാമെന്നാണോ? ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ ഈ വൃത്തികെട്ട പണിക്ക് പോയിരിക്കുന്നത്? അതാണ് കാര്യം. അച്ഛന് ഓട്ടോ ഓടിക്കുന്നത് അത്രയ്ക്ക് നാണക്കേടായി പോയോ? അതെ, നാണക്കെടുത്ത് തന്നെയാ. ഞാനേ മാധവൻ നായരുടെയും ചന്ദ്രികയുടെയും മൂത്ത മോളാണെന്നേ എന്നെ കെട്ടിക്കൊണ്ടുപോയ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ എന്നും സിറ്റിയിൽ വന്നു പോകുന്നവരുവാ. അവരെങ്ങാനും ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ എന്റെ അച്ഛനെ എങ്ങനെ ഇടിഞ്ഞു വീഴുവോ? കരിയും പുകയും കൊണ്ട് ജീവിച്ച ഒരു മെക്കാനിക്കിന്റെ മോള് തന്നെയാ നീ. അങ്ങനെ കിട്ടിയ വരുമാനം കൊണ്ടാ നിന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയച്ചത്. ഈ വീട്ടിൽ അടുപ്പ് പോഞ്ഞിരുന്നു തന്നെ ആ വണ്ടി പണിഞ്ഞ കാശ് കൊണ്ട് തന്നെയാ. അന്നൊന്നും തോന്നാത്ത നാണക്കേട് ഇപ്പൊ തോന്നുന്നത് എങ്ങനെയാ? അമ്മ എന്തൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞാലും അച്ഛൻ ചെയ്തത് തീരെ ശരിയായില്ല. മക്കളെ കൊച്ചാക്കുന്ന ഏർപ്പാട് അച്ഛൻ നിർത്തണം. വസന്തേച്ചി, മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതില് നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ല. ആണോ? നിനക്ക് നാണക്കേട് വരാൻ ഒരു വഴിയില്ല. കണ്ണി കണ്ട വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്നതല്ലേ നിന്റെ അമ്മയുടെ തൊഴില്. ദേ വസന്തേച്ചി, ഒരുമാതിരി വൃത്തികെട്ട വർത്താനം പറയരുത്.
എന്റെ അമ്മ അടുക്കളപ്പണി ചെയ്ത് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ത്രീയാ. അല്ലാതെ നിങ്ങളെപ്പോലെ കുടുംബ വീട് കയറി ഇറങ്ങി തിന്നുമുടിക്കുന്നവളല്ല. ഒന്ന് നിർത്ത്. എന്താ ഈ ബഹളം? എന്താ എന്താ ഒരു വട്ടമേശ സമ്മേളനം? നല്ല ക്ഷീണമുണ്ട്. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം. അത് കഴിഞ്ഞ് കഞ്ഞിയും കഴിച്ചൊന്ന് വിശ്രമിക്കാം. അതെ, ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാനാ വസന്ത വന്നത്. അച്ഛനിത് എന്തു ഭാവിച്ചോണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയത്? മക്കളെ സമൂഹത്തിൽ നാറ്റിക്കാനോ? ഒരു സഹോദരി ഞങ്ങളെ അത്യാവശ്യം നാറ്റിക്കുന്നുണ്ട്. അത് പോരാന്ന് തോന്നിയിട്ടാണോ അച്ഛനും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അച്ഛൻ മെക്കാനിക്കിന്റെ പണി ചെയ്യുന്നത് തന്നെ എന്റെ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. ഇനി ഓട്ടോ ഡ്രൈവറും കൂടി ആയ അതിന്റെ നാണക്കേട് എന്റെ അച്ഛന് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. ആ പണി വേണ്ടെന്ന എന്റെ അഭിപ്രായം. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചാ മതിയോ? ഇതിനൊക്കെ മറുപടി പറയണം. വന്ദനെ, മോൾക്ക് അച്ഛനോടൊന്നും ചോദിക്കാനില്ലേ? അച്ഛന്റെ മറുപടി കേട്ടിട്ടാവാം എന്റെ ചോദ്യം. ശരി, അങ്ങനെ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഞാൻ ഓട്ടോ ഓടിക്കുന്നതിൽ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് നിർത്താം. പ്രകാശിന്റെ പക്കല് ലക്ഷക്കണക്കിന് പണമുണ്ടല്ലോ. ഈ കുടുംബത്തിന്റെ മൂത്ത സന്തതി എന്ന നിലയിൽ എല്ലാ ചെലവുകളും നീ നടത്തണം. അതിന് നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ മനോജ് ഏറ്റെടുക്കണം. പിന്നെ കടം വാങ്ങിയ മുഴുവൻ തുകയും ഉടനെ എനിക്ക് തിരിച്ചു തരണം. സ്വന്തം അച്ഛൻ കുറുപ്പിന്റെ അഭിമാനക്കേടോർത്ത് വിഷമിക്കുന്ന ഹരിതമോള് വിചാരിച്ചാ അത് നടക്കുമല്ലോ അല്ലേ? എന്താ ഹരിതമോളെ, പണം തിരിച്ചു തരുമോ? തരാൻ പറ്റില്ലല്ലേ? എന്നാ പിന്നെ എന്റെ മൂത്ത മോള് വസന്ത നല്ലൊരു തുക അച്ഛന് ചെലവിനായിട്ട് എണ്ണിത്തരണം. നീയല്ലേ എനിക്കെതിരെ യൂണിയൻ ഉണ്ടാക്കിയത്? ഇനി ഞാനൊരു അഭിപ്രായം പറയാം. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പണി തുടരണം. എന്റെ ഭർത്താവ് സ്വന്തം കാലിൽ നിന്ന് പണിയെടുക്കുന്നതിന്റെ സന്തോഷം ആഘോഷിക്കാന് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയത്. അച്ഛനെ അനുകൂലിക്കുന്നവർക്ക് പായസം കുടിക്കാം, അല്ലാത്തവർക്ക് പോകാം. അതിനകത്തുനിന്ന് ഒന്നും കിടത്താൻ വസന്തേ, നിനക്ക് പായസം വേണ്ടേ? എനിക്ക് പായസം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. നല്ല പായസം, നല്ല പായസം. ഇതാരാ ഉണ്ടാക്കിയേ? നല്ല പായസമാണല്ലോ. പതുക്കെ കുടിക്കടി. പായസത്തിന് മുമ്പിൽ പാമ്പും തല താഴ്ത്തും അല്ലേ വസന്തേച്ചി? അവിടുന്ന് അമ്മേ, പറയാതിരിക്കാൻ വയ്യ, നല്ല ഉഗ്ഗിയും പായസം. അയ്യോ, ഇത് കുടിക്കാതെ എനിക്ക് നഷ്ടമായേനെ. എന്തായാലും മനോജും പ്രകാശും ഒന്നും കുടിച്ചില്ലല്ലോ, അതും കൂടി ഞാനിങ്ങ് കുടിച്ചേക്കാം. അച്ഛനും മതിയല്ലോ അല്ലേ? ഞാൻ അടുക്കള പോയിരുന്നു കുടിച്ചോളാം.
ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ഉളുമ്പൻ സെക്രട്ടറി പോയത്. എന്നിട്ട് അയാൾ പൊടി പോലും കാണാനില്ല. ഇവനെയൊക്കെ സെക്രട്ടറി ആയിട്ട് വച്ചു വാഴിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഉത്തരവാദിത്വമില്ലാത്ത കഴുത. ശ്ശേ. മോളെ മോളെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, കാശ് ഇപ്പൊ വാങ്ങിത്തരാം. ഓ, ഇപ്പോഴെങ്കിലും എഴുന്നള്ളിയല്ലോ. എത്ര നേരമായടോ തന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താൻ മറുപടി പറയേണ്ട പല കോളുകളും എനിക്ക് വന്നു. അതിന് പ്രതികരിക്കാൻ സെക്രട്ടറി ഇല്ലല്ലോ. താൻ ഇതവിടെ പോയി കിടക്കരുത് ഇത്ര നേരം. ക്ഷമിക്കണം സാർ, എന്തിന്? വീട്ടിൽ ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. തന്റെ പെമ്പർനോത്തിയുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടാണോടോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നത്? കാഴമ്പില്ലാത്തൊരു സെക്രട്ടറി. സംശയിക്കേണ്ട സാർ, സാറിന്റെ സ്വന്തം മകളുടെ അമ്മായിയപ്പൻ മാധവൻ നായര ഓട്ടോ ഡ്രൈവർ. നിർത്തണോ? തനിക്ക് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഈ ഒരു ഓട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. താൻ എന്നെ മനഃപൂർവ്വം അപമാനിക്കാനോ നോക്കിയത്? അല്ല സാർ, ഇവിടെ എത്തിപ്പെടാനുള്ള തിരക്കുകൊണ്ട് ആദ്യം കണ്ട ഓട്ടോയിൽ കയറി. ഡ്രൈവർ ആരാണെന്ന് ഞാൻ നോക്കിയില്ല സാർ, സത്യം. യാത്രക്കാരൻ പറയുന്നിടത്ത് വണ്ടി എത്തിക്കുകയാണ് ഡ്രൈവറുടെ ജോലി. അതേ ഞാനും ചെയ്തുള്ളൂ. അല്ലാതെ സാറിനെ അപമാനിക്കണമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. ചിലപ്പോൾ സാറിന് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. മക്കളെ പ്രേമരോഗം പഠിപ്പിച്ച് കുടുംബം തുറയ്ക്കാൻ ഇറക്കി വിടുമ്പോ ആലോചിക്കണം. ഓ, യൂണിഫോം ഇട്ടപ്പോ കൊള്ളാം. കുചേരൻ മാധവൻ നായർ. എന്താ എന്താ ഇവിടെ ബഹളം? ആഹാ, എന്റെ പുന്നാരമ്മൻ ഇവിടെ ഉണ്ടായിരുന്നോ? നീ കൈയഴിച്ച് സഹായിച്ചു കൊണ്ടിരിക്കുന്ന മാധവൻ നായരുടെ വേഷപ്പകർച്ച നീ ഒന്ന് കണ്ടോ? പാട്ടയിലെ രജനീകാന്താ കണ്ടോ? അച്ഛാ ഒന്ന് നിർത്ത്. മാന്യമായി പണിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ആളാ മാധവനങ്ങൾ. നമ്മളോ രാഷ്ട്രീയം കളിച്ച് മേലനങ്ങാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവര്. ആ സ്ഥിതിക്ക് നമ്മുടെ തൊഴിലിനേക്കാൾ മാന്യതയില്ലേ മാധവനങ്ങളുടെ തൊഴിലിന്? അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഘോരം പ്രസംഗങ്ങൾ നടത്തുന്ന നേതാവ് അങ്ങനെ ഒരു തൊഴിലാളി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മാനിക്കണ്ട, ചുരുങ്ങിയ പക്ഷം അപമാനിക്കാതിരിക്കുമെങ്കിലും വേണ്ടേ? വേണ്ടേ സെക്രട്ടറി അങ്കിളെ?
എനിക്ക് അർജൻറ്റായിട്ടൊരു ഓട്ടോ ഉണ്ട്, ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, എൻ്റെ അച്ഛൻ്റെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അച്ഛൻ പൊയ്ക്കോളൂ. ഓട്ടോ ഓടി ജീവിക്കുന്ന അച്ഛൻ്റെ മാന്യതയ്ക്ക് അല്പം പോലും കോട്ടം തട്ടിയിട്ടില്ല. ധൈര്യമായിട്ട് ഓടിക്കും. എന്നും സാധാരണക്കാരൻ്റെ ആശ്രയം ഈ 3 ചക്ര വണ്ടി തന്നെയാണ്. അത് ഓടിക്കുന്നത് അഭിമാനം തന്നെയാണ്. അല്ല മാധവൻ നായരെ, പൈസ വേണ്ടേ? വേണ്ട. മോള് വാ, വാ. ജഗന്റെ ഈ സീനൊക്കെ വന്ദനയുടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ഓരോ കോപ്രായങ്ങളാ. സാർ അതൊന്നും കാര്യമാക്കണ്ട. ആരെയും ചിരിക്കണ്ട. ദിയമ്മള് വന്ദനമ്മയോട് പിണക്കുവാ. വന്ദനമ്മ എനിക്ക് യൂണിഫോം ഇട്ട് തന്നില്ലല്ലോ. ഇനി ആരുടെയും കൂട്ട് ദിയമ്മൾക്ക് വേണ്ട. അതെ, മുഖവും വീർപ്പിച്ച് ജാടയും കാണിച്ചുള്ള നെൽപ്പ് കാണാനേ നല്ല രസമുണ്ട്. ഒരു കുറുമ്പിപ്പൂച്ച തന്നെ. അതെ, ഞാൻ മോക്കുള്ള ആഹാരം എടുത്തിട്ട് വരാം. വന്ദനമ്മയ്ക്ക് ആഹാരം വേണ്ടേ? വന്ദനമ്മയ്ക്ക് ആഹാരം ഒന്നും വേണ്ട. എന്റെ വന്ദനമ്മയ്ക്ക് ആഹാരം വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. എനിക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഓഫീസ് ക്യാൻറ്റീനിൽ നിന്ന് അടിപൊളി ആഹാരം വന്ദനമ്മ കഴിച്ചോളാം. ഓഹോ, അങ്ങനെയാണോ? അതെ. എങ്കിലേ എന്റെ സ്കൂളിലും ക്യാൻറ്റീൻ ഉണ്ട്. അടിപൊളി ആഹാരമാ. പൈസ തന്നെ മതി, ഞാനും വാങ്ങിച്ചു കഴിച്ചോളാം. അമ്പടി കുറുമ്പി, നീയാണ് കൊള്ളാലോ. വന്ദനമ്മേ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ദേവാംശ്. ദിവസവും ക്യാൻറ്റീനാ ഫുഡ് കഴിക്കുന്നത്. ഫ്രൈഡേസും നൂഡിൽസും ഒക്കെയാ കഴിക്കുന്നത്. ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണ്ട മോളെ,
വെറുതെ വയറ് ചീത്തയാവും. മോൾക്കതെല്ലാം വന്ദനമ്മ ഇവിടെ ഉണ്ടാക്കി തരാം. എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. എങ്കിൽ വന്ദനമ്മയും ക്യാൻറ്റീനിൽ കഴിക്കണ്ട, വയറ് കേടാവും. വന്ദനമ്മേ, നാളെ മുതൽ കഴിക്കാനുള്ള ഒരു മെനു ഞാൻ റെഡിയാക്കി തരാം. ആ മെനു അനുസരിച്ച് എനിക്കമ്മ ഫുഡ് വെച്ച് തന്നാ മതി. ഓ ആയിക്കോട്ടെ, ഉത്തരവ്. അതെ, മോക്ക് ഫുഡ് എടുത്തിട്ട് വരാട്ടോ. അമ്മേ, ചോറ് ശരിയായോ അമ്മേ? ദീമുക്ക് ഇറങ്ങാൻ സമയായി.